എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് പഠിപ്പിക്കുകയാണ് ശിഷ്യരെ, നമ്മളും അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഞാൻ വായിക്കാം. അതിനുശേഷം ഒരല്പം മുഖവര പറയേണ്ടത് ആവശ്യമാണ്. അതെന്തിനാ മുഖവര? മുഖവര ഇല്ലാതാണ് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നത്. സർമൺ വിത്തൗട്ട് എ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തും പറയാം. ആളുകളെ സംബന്ധിച്ചോളം ആളുകൾ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മിക്കയിടത്തും പ്രസംഗങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ പലരുടെയും പ്രസംഗങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. ദാറ്റ് ഈസ് നോട്ട് എ സർമൺ. അത് പ്രസംഗമല്ല. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വരും, നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ദൂതാണ് ദൂതാണെന്ന് പറഞ്ഞ്. അത് നല്ല ഉഴപ്പന്മാർ ചെയ്യുന്നതാണ്. പ്രിപ്പയർ ചെയ്ത് ഏത് പശ്ചാത്തലത്തിൽ ആരാരോട് പറഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കിയിട്ടാണ് കാര്യം പറയേണ്ടത്. അതാണ് ദൂത്. അല്ലാതെ ഞാനൊന്നും പ്രിപ്പയർ ചെയ്യാതെ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇങ്ങനെ തോന്നലുകളല്ല ദൂത്. ആത്മാവ് തരുന്നത് ദൂതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ദൈവവചനം നന്നായി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. വിദേശത്തു നിന്നാണ്, പക്ഷെ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, പാസ്റ്ററുകളെ, ഈ ദൂതാണ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റിൽ നിരക്കാത്തത് പോലെയുള്ള വ്യാഖ്യാനമാണെങ്കിൽ അത് ശരിയാണോ? ഭയങ്കര ഒരു ചോദ്യമാണത്. ഞാൻ ദൂതാണെന്ന് പറഞ്ഞ് പറയുകയാണ്, പക്ഷേ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു സന്ദേശമാണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇസ് ദാറ്റ് ദ കൗൺസിൽ ഓഫ് ഗോഡ്? അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ട് പശ്ചാത്തലം എന്നത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ശരിയാണോ എന്നുള്ളത് നമ്മൾ ഈ തിരുവെഴുത്തിലൂടെ, കർത്താവ് പഠിപ്പിച്ച ഈ പാഠത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായി ഇന്ന് സമയം വേർതിരിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനമായി യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലാണ് എഴുത്തുകാരൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 60% മത്തായിയുടെ സുവിശേഷത്തിൻ്റെ കണ്ടന്റ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളാണ്. മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം കർത്താവിൻ്റെ പഠിപ്പിക്കലുകളാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, 13-ാം അധ്യായം, 18-ാം അധ്യായം, 24, 25-ാം അധ്യായം, ഇത് മുഴുവനും
ജീസസിൻ്റെ ടീച്ചിങ്സ് ആണ്. അത്രയധികം ഗോസ്പൽ ഓഫ് മാത്യുവിൽ ജീസസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ പലപ്പോഴും കടന്നു പോകുവാൻ എളിവരായ നമുക്ക് ദൈവം സൗഭാഗ്യം തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പഠിപ്പിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട ടീച്ചിങ്സ് നമ്മുടെ കയ്യിൽ, നമ്മുടെ ഭാഷയിൽ കിട്ടിയിരിക്കുക. അത് ഒന്ന് നോക്കാൻ, ശ്രദ്ധിക്കാൻ, മെഡിറ്റേറ്റ് ചെയ്യാൻ ദൈവം നമുക്ക് ഇന്നും തരുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. 6-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങൾ. ഗിരിപ്രഭാഷണം എന്ന് വിളിക്കാൻ കാരണം ഒരു മലയുടെ മുകളിൽ കർത്താവ് കയറി ഈ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് മത്തായി 5-ന്റെ 1-2 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കണ്ടന്റ് ഒന്ന് മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷവും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുവിശേഷങ്ങളിൽ 2 പ്രയോഗം നിങ്ങൾ കാണും. ഒന്ന് സ്വർഗരാജ്യം, മറ്റേത് ദൈവരാജ്യം. മാത്യു പലപ്പോഴും എഴുതുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് അദ്ദേഹം എഴുതുന്നത്. എന്നാൽ തത്തുല്യമായ മറ്റ് സുവിശേഷകർ എഴുതുന്ന ഭാഗങ്ങളിൽ ഇതേ വചനങ്ങൾ മർക്കോസും ലൂക്കോസും ഒക്കെ കോട്ട് ചെയ്യുമ്പോൾ അവരെഴുതുന്നത് ദൈവരാജ്യം എന്നതാണ്. അത് തന്നെ കാണിക്കുന്നത് സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യത്തെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ ഭരണം, കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചത് മുഴുവനും ദൈവരാജ്യം എന്ന തലക്കെട്ടിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ നിങ്ങളിൽ ഒരാളോട്, വചനം അറിയാമെന്ന് അഭിമാനിക്കുന്ന ഒരാളിനോട് ദൈവരാജ്യം എന്താണെന്ന് ഇപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങളെന്ത് മറുപടി പറയും? യേശു പ്രസംഗിച്ച പ്രധാനപ്പെട്ട പ്രസംഗം പലർക്കും അറിയില്ല. അനേക സഭകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. ചോദ്യം, നമ്മുടെ സഭയിൽ ഇത് പഠിപ്പിച്ചോ? നിങ്ങൾ പലരും വന്നില്ല. 3 അധ്യായങ്ങൾ പഠിച്ച് പൂർത്തീകരിച്ചിരുന്നു. സഭയുടെ ഭാഗമാ, പക്ഷെ യോഗങ്ങളിലില്ല. We did the Sermon on the Mount a few years back. ഇപ്പൊ സ്വർഗരാജ്യം, ദൈവരാജ്യം, ഒരു രാജ്യത്തെക്കുറിച്ച്. അതെന്താണ്? ദൈവത്തിന്റെ ഭരണം. നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറയാം. ദ ഗവൺമെന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഗവൺമെന്റ്. അപ്പൊ ദൈവരാജ്യത്തെ മനസ്സിലാക്കുമ്പോൾ 1000 ആണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും എന്നത് തിരുവെഴുത്തിലെ ഒരു സത്യമാണ്. അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവിടുന്ന് നീതിയോടെ ഈ ലോകത്തിൽ ഭരിക്കും. അതിനുശേഷം നിത്യമായ ഒരു രാജ്യമുണ്ട്. അതും ദൈവവചനത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഫോർ എവർ ആൻഡ് എവർ വി വിൽ ബി വിത്ത് അവർ ലോർഡ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ഭരണമുണ്ട്, ഇന്ന് ദൈവരാജ്യമുണ്ട്. അതെവിടെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ആളുകളുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ദൈവരാജ്യം, ഇന്നുള്ള ദൈവരാജ്യം അക്ഷരികമല്ല, ബൗണ്ടറികൾ കൊണ്ട് നമുക്ക് നിശ്ചയിക്കാൻ കഴിയത്തില്ല. ആത്മീക രാജ്യമാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളുടെ ഉള്ളിൽ ഈ ഭരണം അറിയാം.
പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുക, നീ രാജാവാണോ? കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ രാജാവാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ കിങ്ഡം. ആ ആത്മീക രാജ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഈ 3 അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്. മത്തായി 5, 6, 7. ഇതറിയാൻ വയ്യാത്ത ഒരു വിശ്വാസിക്ക് they don't know how to live the Christian life. അതിൻ്റെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളത്. മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഗിരിപ്രഭാഷണം അറിയത്തില്ലേ? ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണിത്. ലോകരാജ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ലോകത്തിലെ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് തിരുത്താൻ കഴിയും, ഭേദഗതി വരുത്താം. ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്നതാ. ഇറ്റ് ഈസ് അൺചേഞ്ചിങ്. കാലം മാറും, സമൂഹം മാറും, വ്യവസ്ഥിതികൾ മാറും, കൾച്ചറുകൾ മാറും. God is unchanging and His word is unchanging. അതറിയത്തില്ലെങ്കിലോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പോൾ ഞാൻ ആ മൈക്ക് എടുത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഡു യു നോ ദ സർമൺ ഓൺ ദ മൗണ്ട് എന്ത് ചെയ്യും? പക്ഷെ മട്ടും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനിയും പരീക്ഷയ്ക്ക് പേപ്പർ ഒന്ന് കിട്ടിയാൽ മതി, അല്ലേ? പെന്തിക്കോസുകാരെ വഞ്ചനയിലാകരുത് കേട്ടോ, വഞ്ചനയിലാകരുത്. ന്യൂ ലൈഫുകാരോട് ഞാൻ പറയും, വഞ്ചനയിലാകരുത്. ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും പോയി കറങ്ങും. എങ്ങനെയാ ജീവിക്കേണ്ടത് അതെല്ലാം ഇങ്ങനെ വരിക, അങ്ങനെ വരിക. രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ പലരും രക്ഷിക്കപ്പെട്ടവരല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉള്ള ഒരു പൈതൽ എന്നോട് പറഞ്ഞത് ഞാൻ അതുപോലെ നിങ്ങളോട് പറയാൻ പോവുക. നടുങ്ങിപ്പോയി ഞാൻ. ഇവിടെ അനേകരും വന്ന് രക്ഷിക്കപ്പെടുന്നു. അനേകരും ഞാൻ പറയുമ്പോൾ പെന്തിക്കോസിൽ നിന്ന് വന്ന്. I believe now this is part of our calling. വളരെ ജനുവനായിട്ടൊരു സാക്ഷ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മോന് ഇത് പരസ്യമായിട്ട് പറയണമെന്ന്. എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവം? അല്പം മത്സരിച്ചൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നു. 3 വർഷം കണ്ടിന്യൂസ് ആയി അവരംഗങ്ങളായിരുന്ന പള്ളിയിൽ അദ്ദേഹം പോയില്ല, ഒരു പെന്തക്കോസ്ത് പള്ളിയിൽ. അവസാനം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാൻ ഭയമായിരുന്നു. കാരണം വിളിച്ചുണർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമെന്ന് കണ്ട് അമ്മ വിളിക്കത്തേ ഇല്ലായിരുന്നു. ഞായറാഴ്ചകളിൽ കിടന്നുറങ്ങുമായിരുന്നു. 3 വർഷം അങ്ങനെ ചെലവഴിച്ചു. 3 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് 1 മാസത്തിനകം സ്നാനപ്പെടുത്തിയ ആളിനെ എന്നോട് പറഞ്ഞു, എനിക്ക് യാതൊരു കാര്യവും അറിയത്തില്ലായിരുന്നു പാസ്റ്ററെ. ഐ വാസ് നോട്ട് ബോൺ അഗൈൻ. അതിലും ഭയങ്കരം എന്താ? അതിലും ഭയാനകം. കാത്തിരിപ്പ് യോഗം നടത്തി, പ്രാപിക്ക് പറ എന്തേലും പറഞ്ഞ് ഇവനെ കൊണ്ട് അന്യഭാഷയും പറയിപ്പിച്ചു. എന്നോട് പറയാ, പാസ്റ്ററെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് നിന്നവനും പറഞ്ഞു, ഞങ്ങൾ കണ്ണി നോക്കുക എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എത്ര 100 കണക്കിന് 1000 10,000 ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ പെട്ടുകിടക്കുക. മാതാപിതാക്കൾ ഇത് അലർട്ടാകണം. ഒരു യൗവനക്കാരൻ എന്ന നിലയിൽ ഈ മകനെ കൊണ്ടുപോയി, ഇതെല്ലാം വേണ്ടതല്ലേ? സ്നാനം വേണ്ടേ? വേണം. അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതല്ലേ? ആണ്. ഉപദേശമെല്ലാം കറക്റ്റാ. പക്ഷെ ഇതിന് മതപരമായ ഒരു കുപ്പായമാണ് കൊടുത്തിരിക്കുന്നത്. ഫോഴ്സിങ് പീപ്പിൾ ടു സ്പീക്ക് ഇൻ അതർ ടങ്സ്. ദാറ്റ് ഈസ് നോട്ട് ടങ്സ്.
ഈ ഒരു അബദ്ധത്തിൽ ഇവിടെയുള്ളവർ, എന്നെ കേൾക്കാൻ വരുന്നവർ, ദയവ് ചെയ്ത് നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ഗിരിപ്രഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ നിങ്ങളത് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അഭ്യർത്ഥന, നിങ്ങളിത് വായിച്ച് ഉത്സാഹിച്ച് പഠിക്കണം. എങ്കിലേ നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയുള്ളൂ. നിങ്ങളൊക്കെ ഇവിടുന്ന് പലരും ഗൾഫിൽ പോയി വന്നവരല്ലേ. ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞ് ഗൾഫിൽ ചെന്ന് കുവൈറ്റിലോ ദോഹയിലോ ദുബൈയിലോ ഓടിക്കാൻ തുടങ്ങിയാൽ വിവരം അറിയും. അതെന്താണ്? അത് ആ രാജ്യത്തിന്റെ നിയമം വേറെയാണ്. ഇതുപോലെ ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു നമ്മൾ. നമ്മുടെ മേൽ വേറൊരു ഭരണമായിരുന്നു. കൃപയാൽ വെളിച്ചത്തിന്റെ രാജ്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വന്നു. ഇവിടുത്തെ നിയമം എന്താ? ചിലർ ചിന്തിക്കുന്ന നിയമമേ ഇല്ലെന്നാ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ ഇടുക്കുവാതിലൂടെ പ്രവേശിച്ചു. ഞെരുക്കമുള്ള വഴിയുണ്ടത് മറന്നു പോകരുത്. വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ സൽപ്രവൃത്തികൾ കാരണമല്ല, ന്യായപ്രമാണം കൊണ്ട് അല്ല, സർക്കംസിഷൻ കൊണ്ട് അല്ല, സ്നാനം കൊണ്ട് അല്ല, വിശ്വാസത്താലാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവന് ഈ വെളിച്ചത്തിന്റെ രാജ്യം, ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് രാജ്യത്തിന്റെ രാജാവാകുന്ന കർത്താവ് പറഞ്ഞു പഠിപ്പിച്ച 3 അധ്യായങ്ങളാണ് മാത്യു 5, 6 and 7. Do you know this? ഞാനത് അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ എന്ത് ശ്രദ്ധിച്ചു നിങ്ങൾ? എന്താണ് പിന്നെ ശ്രദ്ധിച്ചത്? ആ പഴയ നിയമത്തിനും പുതു നിയമത്തിനും ഇടയ്ക്കിടെ കിടക്കുന്ന ഒരു വേക്കൻ്റ് സ്ഥലം, ഒരു പേപ്പർ, കടലാസ് വെറുതെ ഇട്ടിരുന്നു. അത് ശ്രദ്ധിച്ചു. നമ്മളെ തന്നെ മനസ്സിലാക്കുക. ഈ 3 അധ്യായങ്ങളിലെ ഈ സർമൺ, ഈ പഠിപ്പിക്കലാണ് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഏറ്റവും ദൈർഘ്യമുള്ള മെസ്സേജ്. 3 അധ്യായങ്ങളിലായിട്ടാണ് അത് കിടക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച്, അതായത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാൻ താല്പര്യപ്പെടുകയാണ്. യൗവനക്കാരത്തികളും യൗവനക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് ഇത് മുഴുവൻ പറയാനൊക്കത്തില്ല. ഞാൻ ഈ വായിച്ച വാക്യങ്ങളോട് മാത്രം കൂറ് പുലർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിനൊരു പശ്ചാത്തലം പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പശ്ചാത്തലം അല്പമായിട്ട് പറയുന്നത്. ഭാഗികമായി അതുകൊണ്ടാണ്, വേറെ കാരണങ്ങളുമുണ്ട്. ഇതാണ് ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ. എല്ലാം മാറ്റമാ, ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെയാ. സമൂഹം എങ്ങനെ മാറി മറിഞ്ഞാലും ബിബ്ലിക്കൽ കൾച്ചറുണ്ട്. ദൈവരാജ്യത്തിനൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ ഇവിടെ വളരെ കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വായിച്ച വാക്യത്തിലും ആ ധ്വനി ഉണ്ട്. നിങ്ങൾ അവരെ പോലെ ആകരുത്. എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നാട് നടക്കുന്നത് പോലെ നടക്കുന്നതല്ല ക്രിസ്തീയ കൾച്ചർ. എല്ലാവരും ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഓർക്കും, ചിലരെയൊക്കെ കാണുമ്പോൾ നാണമില്ലല്ലോ. അതിക്കുള്ളൊക്കെ നമ്മളെന്താ പറയുന്നത്? സ്വഭാവവും മട്ടും രീതിയും എല്ലാം ബിബ്ലിക്കൽ കൾച്ചറുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വാല്യൂസ് കൊടുക്കുന്ന കാര്യമുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കൾച്ചറിൽ ആ വാല്യൂ അല്ലായിരിക്കാം. കൾച്ചർ വാല്യൂസ് വേറെയാണ്. കൾച്ചറുകൾ മാറുന്നു. 50, 60, 70 വർഷം മുമ്പ് നാം വലുതായി പിടിച്ചിരുന്ന പലതിനും ഇപ്പം അത്ര വാല്യൂ കൾച്ചർ കൊടുക്കുന്നില്ല. എന്നാൽ ബൈബിൾ കൾച്ചറിന് മാറ്റമില്ല. ബൈബിളിൽ വളരെ കൃത്യമായി ദൈവരാജ്യത്തിന്റെ കൾച്ചർ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ദിസ് ഈസ് ലൈഫ്
ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ നോക്കിക്കേ, പഴയ നിയമത്തിലെ ഒരു 3-4 വാക്യം, ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. അത് മോൾ ഇവിടെ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറയാം. ഈ ക്രിസ്തീയ കൗണ്ടർ കൾച്ചറിൽ ക്രിസ്തീയ വാല്യൂ സിസ്റ്റത്തെയാണ് നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്, നമ്മുടെ ആത്മീകമായിട്ടുള്ള ഭക്തിയെ, പണത്തോടുള്ള മനോഭാവം, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ എങ്ങനെയായിരിക്കണം? ദൈവരാജ്യത്തിനൊരു കൾച്ചറുണ്ട്. അതുകൊണ്ട് എപ്പോഴും തന്നെത്താൻ ചോദിക്കണം, ഞാൻ ഇപ്പോൾ ഈ വിഷയം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിലാണോ? When I talk like this, am I being controlled by the Lord? Is Jesus Lord of my life? Praise the Lord. 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന, അത് ശ്രദ്ധിക്കണം, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങളെ ഒരിടത്തുനിന്ന് ഞാൻ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നു. ഒത്തിരി പരിചയമുണ്ട് ആ നാടിൻ്റെ നിങ്ങൾക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ അത് വിടണം. ആ നാട്ടിലെ നടപ്പ് പോലെ അരുത്. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അടുത്തത് മോളെ വായിക്കാം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അത് കേട്ടോ, ഇനി പോകാൻ പോകുന്ന ദേശത്തുണ്ട് ആളുകൾ, അവരുടെ നടപ്പ് പോലെയും അരുത്. വിശ്വാസികളല്ല ഇത് കേട്ടോണേ. നമുക്ക് കുറെ പരിചയങ്ങളുണ്ട്. The way we dress, the way we talk, the way we pray, the way we fast, അല്ലേ? ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, നേരത്തെ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ നമ്മളിൽ ഇംപ്രിന്റഡ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. രാജ്യം മാറുമ്പോൾ പണ്ടത്തേത് പറ്റത്തില്ല. യു ഹാവ് ടു ലേൺ ദ ന്യൂ റൂൾസ്. ഇന്ന് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് പ്രേയറിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അതും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച മുഴുവനും പറഞ്ഞു. അത് ദൈവഹിതമെങ്കിൽ പിന്നീട് ഞാൻ ഇവിടെ പരസ്യമായിട്ടും പിന്നെയും പറയാം. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കരുത്, തത്തുല്യമായ കാര്യമാണ് ഇവിടെ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇറങ്ങിത്തിരിച്ച മിസ്രയീമിൻ്റെ നടപ്പ് പോലെ അരുത്. പോകുന്ന ഇടത്ത് കനാനിലെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച്, എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യു ആർ ഇൻ കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് മീ. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഓർക്കണം, നമ്മൾ ഉടമ്പടി ബന്ധത്തിലാണ്. ബോധിച്ചതുപോലെ നടക്കാൻ വ്യവസ്ഥയില്ല. ഇതെന്റെ ജീവിതം, ഞാൻ ജീവിക്കും, ആര് ചോദിക്കാൻ? രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. നമുക്ക് തോന്നലാണ് രക്ഷിക്കപ്പെട്ടെന്ന്. ചില ആളുകൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം മറുപടി കിട്ടി, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാ. എത്രയോ പേര് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയിട്ടുള്ളവർക്ക് അടിയൂടെ കിട്ടിയിട്ടുണ്ട് കൂടെ. നമ്മൾ ഈ കുറേ നാൾ മുമ്പ് നമ്മളിവിടെ വചനം ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചതല്ലേ, എന്താ ഞങ്ങൾക്ക് ഇറച്ചി വേണം, കിടന്ന് ബഹളമുണ്ടാക്കി മരുഭൂമിയിൽ. മോശയോട് പറഞ്ഞു ഇറച്ചി കൊടുക്കാമെന്ന്. ഇറച്ചി പല്ലിനിടെ ഇരിക്കുമ്പോൾ അടിയൂടെ കൊടുത്തു. നശിച്ചു പോയി പലരും. ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഭരണമുണ്ടെങ്കിൽ, പണ്ടത്തെ മര്യാദകൾ വിട്ട് ഉടമ്പടി ചെയ്തവനോടാണ് വിശ്വസ്തത കാണിക്കേണ്ടത്. വി ഹാവ് ടു ചേഞ്ച്. ഞാൻ എഗ്രി ചെയ്യുന്നു, ദാറ്റ് ചേഞ്ച് മേ നോട്ട് കം ഇൻ 1 day or 1 month. പക്ഷെ ചേഞ്ചേ സംഭവിക്കുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാം. രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ആദ്യം പോയ ഇടത്തെ കുറെ കാര്യങ്ങളുണ്ട്.
അവർ ദൈവവചനം പഠിപ്പിക്കാഞ്ഞ ഇടമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും അതുപോലെയാണ് ആത്മീയതയെന്ന്. ആത്മീയത ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പുസ്തകത്തിലാണ്, വേദപുസ്തകത്തിൽ. പ്രൈസ് ദി ലോർഡ്. എത്ര കർക്കശമായിട്ടാണ് അവരുടെ മര്യാദ ആചരിക്കരുത് എന്ന് വായിച്ച മുളയത്. അവരുടെ മര്യാദ ആചരിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ജാതികളെ പോലെ ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്ന ആളുകൾ മസ്റ്റ് നോട്ട് ലിവ്. നമ്മളോട് ചോദിക്കുക, why do you live as you are living today? Because I am in covenant relationship with God. വായിച്ചോ മോളെ. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവം ലീഡ് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഇവർ വ്യത്യസ്തരായിരിക്കണം. ഇത് സ്കൂളിലും കോളേജിലും പോകുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം മാതാപിതാക്കൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പലതും അനുവദിക്കാത്തത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ പെന്തിക്കോസ് പാരമ്പര്യം അങ്ങനെ കിടക്കുന്നതുകൊണ്ടല്ല. We are a special people. ഗവൺമെന്റ് ഓഫ് ഗോഡ് നമ്മുടെ അകത്തുണ്ട്. ഉള്ളിൽ നിന്നാണ് ഈ വേർപാട് വരേണ്ടത്. ഉള്ളിൽ നിന്ന്. അല്ലാതെ ഈ പഠിക്കടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, അതല്ല. അകത്ത് ഭരണം നടന്ന് ദൈവത്തിന്റെ പ്രമാണം അകത്ത് വരുമ്പോൾ we say no to certain things. Praise the Lord. സങ്കീർത്തനം 106:35 പക്ഷേ നൂറ്റാണ്ടുകളായി നമ്മൾ കാണുമ്പോൾ ഈ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തതിനെ ഇസ്രായേൽ പലപ്പോഴും മറന്നുപോയി. എന്താണ്? അവർ ജാതികളോട് ഇടകലർന്നു, അവരുടെ പ്രവർത്തികളെ പഠിച്ചു. ഞങ്ങൾ ട്യൂഷൻ വെച്ച് പഠിച്ചു, തത്തി ഞങ്ങളും നടന്നു. കേക്കിതൊക്കെ കേട്ടു പോവും. ഇസ്രായേലിന് പറ്റിയ അബദ്ധം കണ്ടോ? മോശ മുഖാന്തരം പറഞ്ഞതാണ്, ഈ പാർക്കുന്ന ഇടത്തെ ആളുകളുടെ പ്ലാൻ പോലെ നിങ്ങൾ നീങ്ങരുത്. പക്ഷെ ത്രൂ ഔട്ട് ദ സെഞ്ചുറീസ് വാട്ട് ഹാപ്പൻ ടു ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദ ഇസ്രായേലൈറ്റ്സ്? അവർ ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ മറന്നിട്ട് ജാതികളുമായി ഇന്റർമിങ്കിൾ ചെയ്തു. അത് നിമിത്തം, ഞാൻ അവിടെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് നിമിത്തമാണ് എത്ര തവണ ദൈവം ദൈവത്തിന്റെ ജനത്തെ അടിച്ചു. നാം വേർപെട്ട സമൂഹമാണ്. We are a sanctified people. ദൈവത്തിന്റെ പ്രത്യേക ഉപയോഗത്തിനായി ലോകത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവസഭ, ദൈവമക്കൾ. ലോകക്കാർക്കത് അറിയത്തില്ല, അതുകൊണ്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നാം അറിയണം നമ്മളാരാണ്. അവിടെ അകത്ത് ദൈവത്തിന്റെ ഭരണമാണ്. ലോകം നമ്മുടെ അകത്ത് കയറാൻ അനുവദിക്കരുത്. മിസ്രയീമിന്റെ പ്ലാനും പോകുന്ന കനാനിലെ പ്ലാനുകൾ അവിടെ അക്ഷരികമായ പ്രയോഗമാണ്. ആ ദേശങ്ങളിൽ ജീവനുള്ള ദൈവത്തെ അറിയാത്ത ജാതികൾ ചെയ്യുന്നത് നിങ്ങൾ കോപ്പി അടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ ഒരു കൗണ്ടർ കൾച്ചർ ഉണ്ട്. അതറിയാൻ വയ്യാത്ത വിശ്വാസിക്ക് how is he going to live the Christian life? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം, 7-ാം വാക്യം, 8-ാം വാക്യം മോശയോട് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഒന്ന് നോക്കിയേ.
മത്തായി 6:5, 6:7, 6:8. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കണ്ടോ, അവിടെ പറഞ്ഞു ഇറങ്ങി വന്ന മിസ്രൈംകാരെ പോലെ അരുത്. ഇവിടെ പറയുന്നത് കപടഭക്തിക്കാരെ പോലെ അരുത്. 7-8 വാക്യം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം അരുത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറങ്ങി തിരിച്ചിടത്തും പോകുന്ന ഇടത്തെ പോലെ നിങ്ങൾ ആകരുത്. ഇതുപോലെ അത് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉള്ള വാക്കുകളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ, മത്തായി 5:1-2 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് പറയുന്നത് ശിഷ്യന്മാരോടാണ്. അവിടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പന്തിരുവരാകണമെന്നില്ല. വിശാല അർത്ഥത്തിൽ കർത്താവിനെ അനുഗമിക്കാനായി തീരുമാനമെടുത്ത സകല ആളുകളെയും പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകക്കാരെ പോലെ അല്ല. ദേ ആർ ഡിഫറെന്റ് ആൻഡ് ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം വേൾഡ്ലി പീപ്പിൾ. കല്യാണത്തിന് കണ്ടാലും യവടക്കത്തിന് കണ്ടാലും എവിടെ കണ്ടാലും സംസാരവും ഇടപാടും ഡ്രസ് കോഡും സകലതും ദൈവത്തിൻ്റെ മക്കൾക്ക് ചേർന്നതായിരിക്കണം. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഒരു കോൺട്രാസ്റ്റ് ആണ് ക്രിസ്ത്യനും നോൺ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള വ്യത്യാസം. 6-ാം അധ്യായമാണ് നമ്മുടെ വിഷയം. അതിലെ ആദ്യത്തെ 18 വാക്യങ്ങളിലൂടെ ഞാൻ ഒരു സൂചന തരാം. നമ്മുടെ വിഷയം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 18 വാക്യങ്ങളിലെ വിഷയം ഒരു ദൈവ പൈതലിന്റെ ഭക്തി. ഭക്തി എങ്ങനെ ആയിരിക്കണം അവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ 4 വാക്യങ്ങളിൽ ധർമ്മം എങ്ങനെ കൊടുക്കണം. 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം. 16 മുതൽ 18 വരെ എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ ഉപവസിക്കണം. അപ്പൊ അവിടെ ഒരു കാര്യം നോട്ട് ചെയ്തോണം. ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ആദ്യം എങ്ങനെ അരുതെന്നാ പഠിപ്പിക്കുന്നത്. ഞാനത് ചിന്തിച്ചപ്പോഴോർത്തു, ഒരമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ കൊടുത്തു. അമ്മയുടെ മകന് കൃത്യം 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകുന്ന സ്കൂൾ ബസ് വരും. ഒരു റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഇതെല്ലാം കൊടുത്തെല്ലാം ഒരുക്കിയിട്ട് റെഡി ആയിട്ട് പറയും, മോനെ പെട്ടെന്ന് വേണം, ഇപ്പം 5 മിനിറ്റ് ഉണ്ട് മോനെ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടത്തും വലത്തും നീ നോക്കിക്കോണം. ഇതുപോലെയാ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കരുത്. ആദ്യം എങ്ങനെ കൊടുക്കരുതെന്നാ, എങ്ങനെ ഉപവസിക്കരുത്, അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞാണ് എങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ, ഭക്തി പ്രകടനങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്. പ്രധാനമായി ഇതിനെ 3നെ കോർത്തിണക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കപടഭക്തിക്കാരെ പോലെ അരുത്. അപ്പൊ കപടഭക്തിക്കാരും പൈസ കൊടുക്കുന്നവരാ കേട്ടോ. കപടഭക്തിക്കാരും പ്രാർത്ഥിക്കുന്നവരാ. കപടഭക്തിക്കാരും ഉപവസിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവത്തിൻ്റെ ജനം അരുത് എന്നതാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നത് കർത്താവ് ആദ്യം പഠിപ്പിച്ച ശേഷമാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 2 തരത്തിൽ നമ്മളത് ചിന്തിക്കാം. ഒന്ന്, ബി കെയർഫുൾ. ഒരമ്മ കുഞ്ഞിനോട് പറയുന്ന പോലെ ഇടത്തും വലത്തുമൊക്കെ നോക്കിയിട്ട് വേണം മോനെ ബസ്സിൽ കയറാൻ, റോഡ് ക്രോസ് ചെയ്യാൻ. ആ നിലയിൽ കർത്താവ് ഒരു വാണിംഗ് തരിക. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, തിരുവെഴുത്തിന് നിരക്കാത്ത നിലയിലാണ്
നാം ഉപവസിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ദാനധർമ്മം കൊടുക്കുന്നതോ എങ്കിൽ തിരുവെഴുത്തിന് വിപരീതമായി പഠിച്ചു വെച്ചിരിക്കുന്നത് അൺലേൺ അതെടുത്ത് കളയണം. ആ സ്ഥാനത്ത് ക്രിസ്തുവിന്റെ ജീവനുള്ള വചനപ്രകാരമായിരിക്കണം നമ്മുടെ ലൈഫിനെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദാനധർമ്മം കൊടുക്കുവാനും നമ്മുടെ അകത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇടേണ്ടത്. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ആള് പഴയതുപോലെ മനസ്സിലായിട്ടില്ല. പക്ഷേ മനസ്സിലായില്ലെന്ന് വല്ലതും നമ്മൾ പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കും. എനിക്ക് മനസ്സിലായില്ലെന്നു, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. നമ്മളിത് വ്യക്തിപരമായി വാക്യങ്ങൾ വായിച്ച് എന്തായിരിക്കും കർത്താവേ ഇത് ഇങ്ങനെ ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ പഴയ കുറെ ഗാർബേജ് ഇരിക്കുന്നിടത്ത് പുറത്തു കളയണം. പഠിച്ചു വെച്ചിരിക്കുന്ന പാരമ്പര്യമായി താലോലിക്കുന്ന കാര്യങ്ങൾ തിരുവെഴുത്തിനനുസരിച്ചുള്ളതല്ലെങ്കിൽ അത് അൺലേൺ ചെയ്യണം, അത് മാറ്റണം. അല്ലാതെ പുതിയത് നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു വേദഭാഗം, യെരമ്യാ പ്രവാചകനെ ദൈവം വിളിച്ച് ദൈവം കമ്മീഷൻ ചെയ്യുമ്പോൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയാണ്. അതത്രയും വായിക്കണ്ട, നിങ്ങൾക്കറിയാമെന്ന് ഞാനങ്ങ് ധരിക്കുക. അതിൽ 10-ാമത്തെ വാക്യം മാത്രം ഈ പ്രവാചകന്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിക്കുക എന്താണെന്ന്. അത് വായിക്കാമോ? നിർമൂലമാക്കുവാനും, നോക്കൂ, നിർമൂലമാക്കുവാനും, പൊളിപ്പാനും, നശിപ്പിപ്പാനും, ഇടിച്ചു കളവാനും, പണിവാനും, നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. അപ്പം പണിയുന്നതിന് മുമ്പ് എന്ത് നടക്കണം? നോക്കവിടെ. നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിക്കുക. അത് കഴിയുമ്പോഴാണ് പണിയുക, നടുക, ഇതൊക്കെ നടക്കുന്നത്. ബിഫോർ ബിൽഡിംഗ്, നിലവിലുള്ള അകത്ത് താലോലിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, അത് പൊളിക്കണം. പണ്ടത്തെ പാരമ്പര്യ ഡിനോമിനേഷൻ ആയിരുന്നപ്പം വാചാലമായി നമ്മൾ അടിച്ചു വിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? അവരെയൊക്കെ വിറപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞില്ലേ, അയ്യോ നീ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കരമായിരുന്നു. അത് കേട്ടോണ്ടാ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവരാജ്യമെന്താ? ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലാവുമ്പോൾ അന്ന് കളിച്ച സ്മാർട്ട് പരിപാടി ഇവിടെ നടക്കത്തില്ല, പ്രയോജനമില്ല, ദൈവം അത് കണക്കെടുത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ എന്ത് ചെയ്യണം? അന്ന് പഠിച്ചു വെച്ച കുറെ ശൈലികളും അന്ന് പഠിച്ചു വെച്ച മനോഭാവവും, അന്ന് എന്തിനാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചത്, ആളുകളെ ഭ്രമിപ്പിച്ചത് എന്നത് മനസ്സിലാക്കി നമ്മൾ അതിനകത്തുനിന്ന് മാറണം. അൺലേൺ ഇറ്റ്. അത് ഇടിച്ചു കള, അത് പൊളിച്ചു കള. എങ്കിലേ വചനപ്രകാരം നമുക്ക് പണിയാൻ കഴിയുള്ളൂ. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ അങ്ങ് ആരാധിച്ചു തുടങ്ങും. അപ്പോഴത്തേക്ക് അമ്മാമ്മ അങ്ങ് ഭയങ്കര ഫോമില്ല. എന്താ ഇസ് ദാറ്റ് പ്രേയിങ്? ആരോടാ അപ്പൊ പ്രാർത്ഥിക്കുന്നത്? ആ 2 കൈയടിച്ചത് പാപം ചെയ്തെന്നല്ല പറയുന്നത്. പക്ഷെ അത് പ്രാർത്ഥിച്ചാളിന് ചതിവായെങ്കിൽ വലിയ കെണിയാണത്. കാരണം ആളപ്പോ അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? കമ്പോളം ഞാൻ ഇളക്കും, ഇടിച്ചുകള, പൊളിച്ചുകള. ശരിയായ പ്രാർത്ഥന എന്താന്ന് പഠിക്ക്. ശരിയായ പ്രാർത്ഥനയ്ക്കുള്ള മനോഭാവം എന്താന്ന് പഠിക്ക്. 6-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെയാ തുടങ്ങുന്നത്. when you pray. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു ശിഷ്യൻ എന്ന നിലയിൽ I am
എക്സ്പെക്റ്റഡ് ടു പ്രേ. ഇഫ് യു പ്രേ അങ്ങനല്ല, വെൻ യു പ്രേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. പ്രേയർ എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഈസ് എക്സ്പെക്റ്റഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ അരുത്. അതാണ് 5-ാം വാക്യത്തിന്റെ ബാക്കിയുള്ള ഭാഗവും 7-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത്. 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 1-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. എന്താണ് ഈ കപടം, കാപഠ്യം, ഹൈപ്പോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മൂലഭാഷ തരുന്ന അർത്ഥം ആക്ടർ, അഭിനയിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അഭിനയിക്കുമോ? മിക്ക പ്രാർത്ഥനയും അങ്ങനെയാണല്ലോ. അതുകൊണ്ടല്ലേ ആളുകളോട് ചോദിക്കും, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം, ബ്രദർ പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. യോ, സ്വർഗസ്ഥനായ പിതാവിനോട് സംസാരിക്കാൻ അറിയത്തില്ലേ? അപ്പൊ അവരുടെ മനസ്സിരിക്കുന്ന, അവരൊക്കെ കണ്ടോ വാചാലമോഹമായി കത്തിക്കുക, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ ആരോടായി പ്രാർത്ഥിക്കുന്നത്? എന്തിനായി പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. അതിൻ്റെ കറക്റ്റായിട്ട് പറയേണ്ടത്. കാപഠ്യം, ഹിപ്പോക്രസി, ആക്ടിങ്, അല്ലെങ്കിൽ പ്രിറ്റൻഡിങ് ടു ബി സംതിങ് വിച്ച് ആക്ച്വലി യു ആർ നോട്ട്. ഞാൻ ആളുകളെ ധരിപ്പിക്കാനായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ശരിയായി ഞാൻ ഉള്ളിൽ അങ്ങനെ അല്ല, പക്ഷെ ബാഹ്യമായി പുറത്തുള്ള വാക്കുകൾ കൊണ്ട് ഞാൻ ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക, ഐ ആം എ ബിഗ് പ്രയർ വാരിയർ. അതാണ് ഹിപ്പോക്രസി. ഈ ഒരു മനോഭാവമായിരുന്നു വാസ്തവത്തിൽ ആ കാലഘട്ടത്തിലെ മതപണ്ഡിതരായിരുന്ന ഫരീസയരും ശാസ്ത്രിമാരും. ശരിക്കും ഈ ഗിരിപ്രഭാഷണം നിങ്ങൾ പരിശോധിച്ചാൽ കർത്താവ് ഇത് സംസാരിക്കുന്നത് അന്നത്തെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം റെവല്യൂഷണറിയാണ്. മത്തായി 5:20 ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ നീതി ഫരീസയരുടെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫരീസയനും ശാസ്ത്രിയും സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഞെട്ടിപ്പോയി കാണും. കാരണം ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ വചനം അറിയാമെന്നവരും ഭയഭക്തിയോടെ ജീവിക്കുന്ന എന്ന് ഇവർ ധരിച്ചിരുന്നതുമായ ആളുകൾ ഫരീസയരും ശാസ്ത്രീയമാണ്. കർത്താവ് പറയാം, അവന്മാർ സ്വർഗത്തിൽ പോകുന്നവരല്ലെന്ന്. നിങ്ങളുടെ നീതി അതിനെ കവിയണമെന്ന്. വാട്ട് എ റെവല്യൂഷണറി സർമൺ. അപ്പൊ ഈ ഫരീസയരും ശാസ്ത്രിമാരും അവരുടെ നീതി എന്ന് പറയുന്നത് ബാഹ്യമായ നീതിയായിരുന്നു. അവർ ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നു, ഭയങ്കര ഉപവാസം. പറഞ്ഞാൽ ആഴ്ച 2 തവണ ഉപവസിക്കും. നമുക്ക് മാസത്തിൽ 3, ഇത് ആഴ്ച 2 തവണ. ഈ ഫരീസയരും ശാസ്ത്രിമാരും ഭയങ്കര ഉപവാസക്കാരാണ്. അവർ ബൈബിൾ വായിക്കുന്നവരാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് ഗിരിപ്രഭാഷണത്തിന്റെ കോണ്ടെക്സ്റ്റ്. ഇതിനുള്ള ബന്ധത്തിലാണ് ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാരത്തിൽ പോകുമ്പോൾ കർത്താവ് പറയുന്നു, 2 വാതിലുണ്ട്, 2 വഴിയുണ്ട്, 2 അവസാനമുണ്ട്. അതേതാണ്? ബാഹ്യമായിട്ടുള്ള നീതിയിൽ നടക്കുന്ന ഫരീസയനും ശാസ്ത്രിയുടെയും അവസാനം നാശമാണ്. എന്നാൽ ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം ഉള്ളിലുള്ളവൻ ഞെരുക്കമുള്ള വഴിയെ നടക്കും, അവന്റെ അവസാനം ജീവനാണ്. മത്തായി 7:13-14 വാക്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. അപ്പൊ ഈ 3 അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ആ കാലഘട്ടത്തിലെ ആത്മീകത ആളുകൾ കണ്ട് ഇംപ്രസ്ഡ് ആയത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ല. ഇറ്റ് വാസ് റബിഷ്. ഈ കെണിയിൽ നമ്മൾ പെടരുത്. പെന്തക്കോസ്റ്റ് എന്ന ഫോർമാറ്റ്, ന്യൂ ലൈഫ് എന്ന ഫോർമാറ്റ്, യു നോ ഹൗ ടു സ്പീക്ക് ഓൾ ദ ഫ്ലവറി ലാംഗ്വേജ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ കണ്ട് ദൈവം ഇംപ്രസ്ഡ് ആകുമെന്നാണോ? യു മസ്റ്റ് ബി ഔട്ട് ഓഫ് യുവർ മൈൻഡ്.
ഹൃദയമില്ലാത്തത് മുഴുവനും ഹിപ്പോക്രസിയാണ്, ആക്ട് ചെയ്യാണ്. അവരുടെ ഓഡിയൻസ് ദൈവമല്ല, അവരുടെ ഓഡിയൻസ് മനുഷ്യരാണ്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് ഇത് ചെയ്യുന്നത്. God is not their audience. God is not interested in their prayer. No wonder many of our prayers are not answered. ഫരീസയരും ശാസ്ത്രിമാരും യഹൂദന്മാരുടെ സ്ഥിര പരിപാടി എന്ന് പറഞ്ഞാൽ ഇവര് അവരിലേക്ക് ആളുകളെ ആകർഷിക്കുമായിരുന്നു. അവർ ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റാനല്ല, അവർക്ക് മഹത്വം കിട്ടണം. They wanted the honor. They wanted the appreciation. ഇതിനാണോ പ്രാർത്ഥിക്കുന്നത്? ഇതിനാണോ പ്രസംഗിക്കുന്നത്? ഇതിനാണോ പാടുന്നത്? ആണെങ്കിൽ you get nothing. You're making a fool out of yourself. Praise the Lord. ഇന്നും ആളുകൾ ഇങ്ങനെയാണ്, ഈ ഡിസപ്ഷനിലാണ്. അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്, നമുക്കുണ്ടാകരുത്. കാപഠ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തോടല്ല, ഇവിടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത് മനുഷ്യരെ ഇംപ്രസ് ചെയ്യണം. സ്തോത്രം 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 എന്ന് തുടങ്ങുമ്പോഴേ ഇനി ആരും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതതിൻ്റെ അർത്ഥം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ ദൈവമേ, ഓ കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. നമുക്കത് പോരാ, അതെന്തോ അത് ചുമ്മാ ഇങ്ങനെ സ്വർഗസ്ഥനായ അതെന്തോ അത്. Nobody is going to be impressed. പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലെങ്കിൽ പിന്നെ അത് ഫണ്ടമെന്റൽ കാര്യമാണ്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. അതറിയാൻ വയ്യെങ്കിൽ പിന്നെ എന്തറിയാം? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഇഷ്ടം, എനിക്ക് സഭയിൽ പ്രാർത്ഥിക്കുന്ന ഇഷ്ടം. സഭയിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ചെറുമുറക്കം, പാസ്റ്റർ എന്താ മുന്നോട്ട് വിളിക്കാത്തത്? അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ ഒരു കോർഡ്ലെസ് മൈക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ മുന്നേ വന്നു. ചിലർക്ക് അതാ ഇഷ്ടം, ഫരീസർക്കും ശാസ്ത്രിമാർക്കും. പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട്. അപ്പം ഈ സ്ഥലങ്ങളാണ് കപടഭക്തിക്കാർ ക്രൈവ് ചെയ്യുന്നത്. അതെന്താ? സോ ദാറ്റ് പീപ്പിൾ വിൽ നോട്ടീസ്. അതിലെ ആദ്യ സ്ഥലം ഈ പള്ളികൾ എന്ന് പറഞ്ഞാൽ സിനഗോഗുകൾ. യഹൂദന്മാർ കൂടി നടക്കുന്ന സിനഗോഗുകൾ. ഇത് ഇവിടെ സാമൂഹ്യമായ പ്രാർത്ഥനകൾ അവിടെ ഉണ്ട്, സാമൂഹ്യ ആരാധനയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെയാണ് യഹൂദന്മാർ ആരാധിക്കുവാനായി കടന്നു വന്നത്. പ്രത്യേകിച്ച് ദേവാലയത്തിന് വളരെ ദൂരത്ത് താമസിക്കുന്നവർക്ക് സിനഗോഗാണ് അവരുടെ ആരാധന. ശബത്ത് തോറും അവർ സിനഗോഗിലാണ് പോകുന്നത്. അവിടെ അതാണ് പള്ളികൾ. ഇറ്റ്സ് എ ലോക്കൽ പ്ലേസ് ഓഫ് അസംബ്ലി. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അവിടെ പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള മനോഭാവമാണ്. എന്തിനാണ് അവിടെ പ്രാർത്ഥിച്ചത്? അതവിടെ വന്നവരെ ഇംപ്രസ് ചെയ്യാൻ. തെരുക്കോണുകളിൽ നിന്നുകൊണ്ട്, അവിടെ ഈ തെരുക്കോണ് സ്ട്രീറ്റ് എന്നാണ്, ഞാൻ അതിൻ്റെ ഒരു ചെറിയ സ്റ്റഡി നടത്തി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ കൂട്ടൊരു ചെറിയ സ്ട്രീറ്റ് അല്ല, വീതിയുള്ള വിശാലമായ വഴി. ഇങ്ങനെയുള്ള വഴികളിൽ ഇവർക്ക് പല സമയങ്ങളുണ്ട് യഹൂദന്. അപ്പോൾ ഇവരടുത്ത് പോവുക, അവർ നടന്ന് പോകുന്ന സമയത്ത് അയ്യോ ഉച്ച കഴിഞ്ഞ് 3 മണിയായാലും പ്രാർത്ഥിക്കാനുള്ള സമയമായല്ലോ, അവർ പ്രാർത്ഥിക്കുക. അതിനൊരു കുഴപ്പമില്ല, അത് അവരുടെ നിയമം അനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ അവർ പ്രാർത്ഥിക്കുന്നു, വൈകിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, അതല്ല വിഷയം.
ഇവിടെ എഴുതിയതിൻ്റെ അർത്ഥം 2:45 അച്ചായൻ ഇറങ്ങും. അതെന്താ? 15 മിനിറ്റ് കൊണ്ട് ആ പുല്ലാട്ട് ചന്തയുടെ അവിടോട്ട് പോകുമ്പോഴായിരിക്കും അതിൻ്റെ സമയമാകുമ്പോൾ അപ്പം ഞാൻ എൻ്റെ കൈകളെ വിടർത്തി. അപ്പോഴന്ന് ചന്ത ദിവസം കൂടെ ആയതുകൊണ്ട് എല്ലാവരും കാണും. അതാ വിഷയം, അതാണ് വിഷയം. അല്ലാതെ സമയത്ത് അവർ പ്രാർത്ഥിച്ചു, ഒരു സ്ഥലത്താണ് അവർ പ്രാർത്ഥിച്ചു. പക്ഷെ ഇത് സമയം ഒപ്പിക്കുക. കറക്റ്റ് ആ ചന്തയിൽ അങ്ങോട്ട് ചെന്ന് വില പേശിക്കൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുമോനെ 1 മിനിറ്റ് പ്രാർത്ഥനാ സമയമായടാ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അയ്യോ, യോറി കുട്ടി അതിലും ഭയങ്കര പ്രാർത്ഥനക്കാരനാകട്ടോളൂ, ഭയങ്കര പ്രാർത്ഥന. നാട്ടിലെല്ലാം പാട്ടാവും. അച്ഛനും കൊണ്ട് വന്നു, എടാ എന്തു വന്നാലും ഞാൻ നല്ലൊരു ഡീൽ നടന്നുകൊണ്ടിരിക്കുക. ആ സമയം 5 മിനിറ്റ് ഇതൊന്നും വിഷയമല്ല, ഞാൻ പൈസ മറന്നെല്ലാം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക. യു ആർ എ ബിഗ് ഹിപ്പോക്രറ്റ്. ആരും കൈയൊന്നും പൊക്കരുത്. യു ആർ എ ബിഗ് ഹിപ്പോക്രറ്റ്. അതാണ് ഇവിടെ. തെരുക്കോണുകളിൽ നിന്നുകൊണ്ട്, വലിയ വലിയ റോഡുകളുടെ ഇന്റർസെക്ഷനിൽ ആളുകൾ ഏറ്റവും കൂടുന്ന ഇടത്ത് ചെന്ന് ഇവർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എന്തിനാണ്? ദൈവം കേൾക്കാനൊന്നുമല്ല. ചന്തയിലുള്ള എല്ലാവരും വലിയ പ്രാർത്ഥനക്കാരനാ. മാമേ ഇത് കേട്ടോ, മാമേ അച്ഛാ ഇങ്ങനെ ഉണ്ട്. ഈ മനോഭാവത്തിലാണെങ്കിൽ ദൈവം തമ്പുരാൻ ഒന്നും കേൾക്കുന്നില്ല. ദൈവം തമ്പുരാൻ ഇന്ന് ചിരിക്കും. യോ, ഇവൻ എന്തോ പറ്റി. ഇവർക്ക് ലോകത്തിലുള്ള സകല ആളുകളെയും കളിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ 3 മണിക്ക് 2:45 2:50 അങ്ങോട്ട് ഇറങ്ങി അവിടെ ചെന്ന് വെജിറ്റബിൾ വിൽക്കുന്നവൻ അവൻ പറയും, അച്ഛൻ ഏത് സഭയിലാണ് പോകുന്നത്, ഞാനിവിടെ വരുന്നെന്ന് പറയും. ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യും. പക്ഷെ ഇതാരോടാ? ഇത് ദൈവം മൈൻഡ് ചെയ്യത്തില്ല. ഇത് ലോകത്തിൽ ആളുകളെ കളിപ്പിക്കാം. കപട ഭക്തി കൊണ്ട് ദൈവസന്നിധിയിൽ പണി നടക്കത്തില്ല. ആളുകളെ കളിപ്പിക്കാം, അതും ഒരു സമയം വരെ. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നത് മാറ്. ആത്മാവ് നടത്തുന്നില്ലേ, പ്രാർത്ഥിക്കാതെ നീ നിർത്താൻ പെടുന്ന പടാപ്പാട്. സ്തോത്രം പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നിർത്ത് സഹോദരി, അപായോഗമാ. ഉപദേശിമാർക്കേ അറിയത്തുള്ള ആ കോഡ് വേർഡുകളൊക്കെ. അങ്ങ് പോവല്ലയോ, അങ്ങ് പോവാ. അവിടെ ഫാസ്റ്റ് പാസഞ്ചറാ, കേരള ഡൽഹി പോവാ. ഒരു നിന്നുകൊണ്ട് സ്റ്റാൻഡിങ്, അത് വാസ്തവത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചോളം അതൊരു നോർമൽ പോസ്റ്ററാണ്, അതിന് അപാകതയൊന്നുമില്ല. പക്ഷേ ഈ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ള മനോഭാവമാണ് വിഷയം. നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ചിലര് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ യങ് ഗേൾസിൻ്റെ മീറ്റിങ്ങിൽ ഒരു മോള് പറഞ്ഞത് വളരെ എനിക്ക് സന്തോഷമായിട്ട് തോന്നി. അവൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകൊണ്ട് അവൾ പ്രാർത്ഥിക്കും. ഇറ്റ്സ് വണ്ടർഫുൾ. വ്യത്യസ്ത പോസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ആളുകളെ ഇംപ്രസ് ചെയ്യാനായാൽ ദൈവസന്നിധിയിൽ നിന്ന് ഒന്നുമില്ല. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്ത് പ്രതിഫലം? ദൈവസന്നിധിയിൽ നിന്നല്ല. അവരാരോട് പ്രാർത്ഥിച്ചു? എന്തിനു പ്രാർത്ഥിച്ചു? ദൈവത്തിനാണെന്നുള്ള ഭാവം കാണിച്ച് മനുഷ്യരെ ഇംപ്രസ് ചെയ്തപ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുഞ്ഞുമോനും ചാക്കോയും ഒക്കെ പറഞ്ഞു ജോർജ് കുട്ടി വലിയ ഭക്തനാണെന്ന്. അത് കിട്ടി. അതിനല്ലയോ നീ പ്രാർത്ഥിച്ചത്? ആ പ്രതിഫലം കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകം കൊണ്ട് തീരുന്ന കയ്യടി കൊണ്ട് തീർന്നു. ദൈവം ഇതിന് പ്രതിഫലം തരത്തില്ല. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഈ ഫ്ലവറി ലാംഗ്വേജ്, എന്താ അതിന് പറയുന്നത് മലയാളത്തില്, ഈ
വെച്ച് കെട്ടിയുള്ള ഭംഗി വരുത്തുന്ന കുറെ വാക്കുകളും പിന്നെ വൈബ്രേഷൻസ് നമുക്കറിയാമല്ലോ. അങ്ങ് കണ്ടമിടറി ഉള്ള ഭയങ്കര പരിപാടികൾ. പിന്നെ ചിലരങ്ങ് വാക്യങ്ങൾ തോരാതങ്ങ് കോട്ട് ചെയ്താ. ഇതാരോടാ ഈ കോട്ട് ചെയ്തത്? എന്താ പരിപാടി തന്നെ? അത് ആളുകളെ ഞാൻ വെരിട്ടുകാരുന്നു. അപ്പൊ തിരിച്ചു പറയാം, വാക്യം കോട്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ട് തെറ്റാണെന്നല്ല, മനോഭാവം ഇതാണെങ്കിൽ തെറ്റി. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ദൈവത്തോട് പറയാ. യെരമ്യാവിൽ ഇങ്ങനെ ഉണ്ടല്ലോ. കാരണം ദൈവത്തെ നമ്മൾ ഓർപ്പിക്കണം, മറന്നു പോകുമല്ലോ. ഇതെല്ലാം പറഞ്ഞത് ആരോടാ? സദസ്സിനോടാണ്. അതുപോലെ അവിടുന്ന് ഇവിടുന്നും ചിലരുടെ പേരുകളും ഒക്കെ എടുത്ത് ഞാൻ പലപ്പോഴും ഈ ലിസ്റ്റ്, ഒരു 4-5 പേരുടെ ലിസ്റ്റ്, നിങ്ങൾക്കിത് ഓർമ്മയിൽ നിൽക്കത്തില്ല, പൊതുവിൽ പ്രാർത്ഥിച്ച കുഞ്ഞുമോളും കുഞ്ഞുമോനും അടുത്ത അയലൊക്കത്ത് താമസിക്കുന്ന മത്തായിയും എല്ലാവരും പ്രാർത്ഥിച്ച. എന്താ എനിക്ക് ത്രില്ല് നിൽക്കുകയല്ലയോ ഞാന്. എന്നിട്ട് അത് കഴിഞ്ഞ രാജസ്ഥാനിലെ സുവിശേഷ വേലയ്ക്കും എന്താ ചെയ്യുന്നത്? പിന്നെ ഇത് എവിടെ നിന്ന് നിർത്തും? ഇത് എന്താ പറഞ്ഞത്? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാജസ്ഥാനുമായിട്ട് എന്തോ ഇതിന്? അതങ്ങ് പിടിക്കുക. അങ്ങ് ഭാരതത്തിലെ മുഴുവനും കൂടെ ഞാൻ പിടിച്ചങ്ങ് പ്രാർത്ഥിക്കുക. കരയുന്നുണ്ട്, ഏങ്ങലടിക്കുന്നുണ്ട്, സകലതുമുണ്ട്. ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ അരുത്. ഇതിൻ്റെ അർത്ഥം രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ തെറ്റാണെന്നല്ല. മനോഭാവം ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇവിടെ കിട്ടിപ്പോയി ദൈവം പ്രതിഫലം തരത്തില്ല. കുടുംബ പ്രാർത്ഥന തൊട്ട് ഇത് ചികിത്സിച്ചോണം. സ്തോത്രം. ഭാര്യ ഒന്ന് അറിയട്ടെ, നമുക്ക് ഇച്ചിരി പ്രാർത്ഥനയൊക്കെ വാചാലമായി അങ്ങനെയൊന്നും അല്ല. ബി ജെനുവിൻ, ബി യുവർ സെൽഫ്. യു ആർ ടോക്കിംഗ് ടു യുവർ ഫാദർ ഇൻ ഹെവൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കിക്കേ. നിലനിൽക്കുന്ന പ്രതിഫലം ആരാ തരുന്നത്? ദൈവമല്ലേ തരുന്നത്. താൽക്കാലികവും അഴിഞ്ഞു പോകുന്നതും മനുഷ്യൻ തരും. നമ്മൾ അറിയാതെ അതാ എടുക്കുന്നത്. ഇത് പ്രസംഗത്തിനും എല്ലാത്തിനും അപ്ലൈ ചെയ്തു. ദാനധർമ്മം കൊടുക്കുന്നതിനും ഉപവസിക്കുന്നതിനും സകലത്തിനും അപ്ലൈ ചെയ്തു. മനോഭാവത്തിലാണ് കാര്യമിരിക്കുന്നത്. ഇടം കൈ അറിയരുത്, വലം കൈ കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്തുവാ ഇത് പുറമോട്ടിങ്ങനെ മാറ്റി വെച്ചിട്ട് വലം കൈ കൊടുക്കണം? അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഏറ്റവും അടുത്ത ആൾ പോലും ഇത് അറിയരുത്. സ്തോത്രം. ഓക്കെ, 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, ശിഷ്യനോട് പറയാ. മറ്റേത് ഫരീസേന്റെയും ശാസ്ത്രിയുടെയും നീതിയാ, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. ശിഷ്യനോട് പറയുകയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആ തരുമെന്നുള്ളത് എന്റെ മനസ്സിൽ വരുന്ന അങ്ങനെ ഉറപ്പാ, നിനക്ക് പ്രതിഫലമുണ്ട്. എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രതിഫലം കിട്ടുന്നത്? ഇവിടെയും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഞാൻ പിന്നീട് അത് ദൈവഹിതമെങ്കിൽ വിശദീകരിക്കാം. മനോഭാവമാണ് ഇവിടുത്തെ വിഷയം. ആളുകളെ കാണിക്കാനല്ല, ദൈവത്തിൻ്റെ മുൻപാകെ എന്ന മനോഭാവം. എന്താണ് വാസ്തവത്തിൽ പ്രാർത്ഥന? ഇറ്റ് ഈസ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാപഠ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മീയ ആസ്പെക്റ്റ് നടക്കുന്നേയില്ല. നടക്കേണ്ടത് നമ്മുടെ രഹസ്യത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി, അല്ലെ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ആ ഫെലോഷിപ്പ് നടക്കുകയാണ്.
ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിൽ ബോധ്യമായി. What a tremendous fellowship. That is real prayer. ഇത് കേട്ടോണം, പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോഴും അതാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ പബ്ലിക് പ്രേയറിനെ വിലക്കുന്നതായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ പരസ്യമായിട്ട് ഇപ്പം പ്രാർത്ഥിക്കുകയാണ് എന്നിരിക്കട്ടെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വാക്യമാ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചത്, ഈ ആഴ്ചയിൽ ഈ വാക്യമല്ല ഉദ്ധരിച്ചത്. അപ്പൊ ഇതാരോടാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ആത്മാവ് എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ഷട്ട് ഓഫ് ആയി. I am praying to my Father in heaven. പബ്ലിക്കിലാണ്, പക്ഷെ I am praying. അല്ലാതെ ഇവിടെ വാതിലടച്ച രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ രഹസ്യ പ്രാർത്ഥനയുണ്ട്. പബ്ലിക് പ്രെയർ ഇനി വേണ്ട എന്നൊരു ശാസ്ത്രം ചിലർക്കുണ്ട്. അത് തെറ്റാണ്. മനോഭാവത്തിലാണ് കാര്യം. പാസ്റ്റർക്ക് എങ്ങനെ അറിയാതെ തെറ്റാണെന്ന്? കാരണം പബ്ലിക്കായിട്ട് കർത്താവ് തന്നെ പ്രാർത്ഥിച്ചല്ലോ, ഇല്ലേ? മാത്രമല്ല 6-ാം അധ്യായത്തിന്റെ ആ ഒരൊറ്റ കാര്യം മാത്രം പറയാം. 9-ാം വാക്യത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെയല്ലല്ലോ. അപ്പൊ പബ്ലിക് പ്രയറിനെ കർത്താവ് കോൺട്രാഡിക്റ്റ് ചെയ്യല്ല. ജീസസ് തന്നെ യോഹന്നാൻ 17 അവരുടെ കേൾവിയിലാണ് പ്രാർത്ഥിച്ചത്. ലൂക്കോസ് 11 വരുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം, മറ്റൊരവസരത്തിൽ ഗുരു ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അപ്പൊ അവർ ഒബ്സർവ് ചെയ്തു, ജീസസ് ഈസ് പ്രേയിങ്. പ്രൈസ് ദി ലോർഡ്. ശലോമോൻ ദേവാലയത്തില് പരസ്യമായി പ്രാർത്ഥിച്ചപ്പോഴല്ലേ തീ ഇറങ്ങിയത്? പരസ്യ പ്രാർത്ഥന തെറ്റാണെന്ന് ഈ വാക്യത്തിലൂടെ തെളിയിക്കാൻ പോകരുത്. അതല്ല അതിൻ്റെ അർത്ഥം. ഫരീസൈന്റെയും ശാസ്ത്രിയുടെയും നീതി, അവര് പ്രാർത്ഥിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യനെ ഇംപ്രസ് ചെയ്യാനല്ല. എൻ്റെ ഗ്രാമറിൽ മിസ്റ്റേക്ക് വന്നു കാണും. മറ്റുള്ളവർ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചിരിച്ചെന്ന് വരാം. Doesn't bother me. My heavenly Father, എനിക്കും സ്വർഗീയ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം ക്രിസ്തുവേശുവിലൂടെ ഉണ്ട്. ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും രഹസ്യത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനല്ല. ഐ എം ടോക്കിംഗ് ടു മൈ ഫാദർ ഇൻ ഹെവൻ. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 6-ാം വാക്യമാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 3 മണി, 6 മണി, 5:30 മണി അങ്ങനൊന്നുമില്ല പ്രത്യേക സമയം. പിന്നെ സഭയായിട്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുക, നമുക്ക് സൗകര്യമാണ് രാവിലെ 5:30 മുതൽ 6:30 വരെ, വൈകിട്ട് 7 മണി മുതൽ സൗകര്യം. അപ്പോൾ 7:30 ആയി പോയാലോ, നാളെ 7:30 മുതൽ 8:30, നോ പ്രോബ്ലം. സ്പെസിഫിക് സമയമല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്, അതൊരു കൊച്ചു റൂമാ. പ്രത്യേകിച്ച് അവരുടെ പശ്ചാത്തലത്തില് ഏറ്റവും വാല്യുബിൾ ആയിട്ട് അവർക്കുള്ള കാര്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി അവർ വെക്കുന്ന ഇടങ്ങളാണ്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇടമാണ്. എന്നിട്ട് വാതിൽ അടച്ച് ഷട്ട് ഔട്ട് എവ്രിതിങ് എൽസ്. അതെന്തിനാണ്? എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അകത്ത് കയറി വാതിലടച്ച്. വീട്ടിൽ പലരൊക്കെ കാണും. ജീസസ് പലപ്പോഴും ചെയ്തത് വീട് വിട്ട് വെളിയിൽ ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പിതാവിനോട് സംസാരിക്കും. നമ്മുടെ വീടിനകത്ത് ഈ നിർജ്ജന സ്ഥലം ഉണ്ടാക്കാം. നമ്മുടെ വീടിനകത്ത് കയറി ഷട്ട് ദ ഡോർ. ഭാര്യയോട് അല്ലെ ഭർത്താവിനോട്, മക്കളോട് പറയാം, പപ്പ ഈസ് ഇൻ പ്രേയർ, മമ്മി ഈസ് ഇൻ പ്രേയർ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. പിന്നെ ഇതാണ് ഏറ്റവും വലിയത്. നിർജ്ജന സ്ഥലത്ത് നമ്മൾ ഇളക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈൻ ഒന്ന് ഇളകി, അപ്പോഴേ നമുക്കറിയാം മെസ്സേജ് വന്നു. യേസ് കർത്താവേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാറ്റ് ഈസ് റബിഷ്. അതൊന്നും പ്രാർത്ഥനയല്ല. ഇത് ഓഫ് ചെയ്യുന്നതിന് എന്താ? ഞാൻ പലപ്പോഴും ഓഫ് ചെയ്തിടുന്നത്. ഞാൻ വചനം ധ്യാനിക്കും, ഓഫ് ചെയ്ത് അത് കുറച്ചുള്ള പണി മതി നമുക്ക്. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിളിക്കണം, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ ബിസിയാണ്. ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു ബ്രദറെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു ബ്രദറെ, വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? അതെന്താണ് അർത്ഥം?
ഇതാണോ പ്രാർത്ഥന? ഇങ്ങനെയാക്കി നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ വരുന്ന, ഞാൻ പറയുന്നത്, യു ആർ സ്റ്റാൻഡിങ് ഓൺ ഹോളി ഗ്രൗണ്ട്. ഇറ്റ്സ് ദ ഹോളി ഓഫ് ഹോളീസ്. ഗോഡ് ഡിസെൻസ്. ദൈവം നമ്മളോട് ഇടപെടുക. ഞാൻ വിചാരിക്കുന്ന ദൈവം എത്ര ഒഫൻഡഡ് ആയിരിക്കും നമ്മൾ ഇടയ്ക്ക് വെച്ച്. ഇത്ര ഭയഭക്തി ഇല്ലാതെ ഇങ്ങനെ നമ്മൾ ട്രെയിൻഡായി, ഇങ്ങനെ നമ്മൾ പഠിച്ചു. മാറണം. There is a counter culture. There is a Christian culture. പ്രാർത്ഥിക്കുന്നത് ആരോടാ? ദൈവത്തോടാണെങ്കിൽ ഭയഭക്തിയോടെ പറയേണ്ടത് എന്താണെന്നുള്ളത് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ബോധിച്ച പോലല്ല പറയുന്നത്. Praise the Lord. Oh, we need change, brothers. നമുക്ക് മാറ്റം ആവശ്യമാണ്. നമ്മളിൽ എല്ലാവരിലും കാപട്യം വന്നിട്ടുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ അനുതപിക്കണം. നോക്കവിടെ, അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള, സീക്രട്ട് ആയിട്ടുള്ള, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഈ ഒത്തിരി പരസ്യമായിട്ട് തത്രപ്പെടുന്നവന് പലപ്പോഴും രഹസ്യ പ്രാർത്ഥന ഇല്ലാത്തവരാണ്. ഞാനൊരു മിഷണറിയെ കുറിച്ച് കേട്ടു. ഇപ്പൊ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ചൈനയിൽ പോയി മിഷൻസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര കേൾവിയാണോ, ഭയങ്കരമാണ്. ചൈന ഇളക്കി മറിച്ചിരിക്കുന്നു, അങ്ങനാണ് ഇങ്ങനാണ്. അദ്ദേഹത്തെ കാണാൻ ഒരാൾ ചെന്നപ്പം അയാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങ് അയ്യോവാകുന്നത്, ഓ ഷോർട്ട് ഫെലോ, ഇതാണോ, ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ബട്ട് ദ മോമെന്റ് ഹി സ്റ്റാർട്ടഡ് ടു പ്രേ, അവിടെ മുഴുവൻ വേറൊരു ആത്മീക സ്ഥിതിയായി. ഈ മനുഷ്യൻ ദൈവം എത്ര റിയലാണ്, അദ്ദേഹത്തിന് രഹസ്യ പ്രാർത്ഥന എത്ര അധികമുണ്ട്. കാരണം വളരെ പരിചയമുള്ള ഒരാളിനോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, മറ്റേത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ കണ്ടിട്ട് നിസ്സാരനെന്ന് ഞാൻ എണ്ണിയ ആള് അയാൾ വാ തുറന്ന് പ്രാർത്ഥിക്കുന്ന, ഹോൾ തിങ് ചേഞ്ച്ഡ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരു യോഗത്തിന് പോയി. അവിടെ ഒരു ദൈവദാസൻ വന്ന് എന്തോ ഒരു അവരുടെ ഒരു ഫംഗ്ഷന് കണ്ടായിരുന്നു. അദ്ദേഹം എന്നിട്ട് പോകുന്നതിന് പ്രാർത്ഥിക്കുക. സിംപ്ലി അദ്ദേഹത്തിന് പറഞ്ഞു, ഫാദർ, ഞാൻ നടുങ്ങിപ്പോയത്, അന്തരീക്ഷം മുഴുവൻ മതി. ഹി വാസ് സോ കണക്റ്റഡ് ടു ഹിസ് ഗോഡ്. അദ്ദേഹം വിളിക്കുകയാണ് ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ത്രോൺ റൂമിലോട്ടൊക്കെ ചെല്ലുന്നത് പോലെ. അതെന്താണെന്നറിയാമോ? പരിചയമായത്. ആ തടസ്സമൊന്നുമില്ല. നിങ്ങൾ കണ്ടുണ്ടോ യോഹന്നാൻ 17 കർത്താവ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ, എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നതെന്നറിയാമോ? ഈ ഇടയ്ക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒന്ന് അനുദപിച്ച് ശുദ്ധീകരിച്ച് ഒന്ന് കണക്റ്റഡ് ആയി ഒക്കെ വരണം. ജീസസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫാദർ, ദാറ്റ്സ് പ്രയർ. ദാറ്റ് ഈസ് പ്രയർ. ഇറ്റ് ഈസ് ടോക്കിംഗ് ടു ഓൾ. എന്തൊരു പ്രിവിലേജ് ആണ്, എന്തൊരു പദവിയാണ് സഹോദരങ്ങളെ. സമയം, പക്ഷെ ഒരു എനിക്ക് അതിന് മാത്രം സമയം. സോറി, പ്രാർത്ഥിക്കാൻ സിസ്റ്റർ പ്രാർത്ഥിച്ചു, ഞാൻ ചെന്നിട്ട് പ്രാർത്ഥിക്കാനോ? നീ മിടുക്കിയ. നിങ്ങൾ മുഴുവൻ വാച്ച് ചെയ്തു, ബാക്കി എന്തിനും സമയമുണ്ട്. എനിക്ക് പ്രസംഗം തയ്യാറാക്കണോ? സമയമുണ്ട്. കുക്കിങ്ങിന് സമയമുണ്ടോ? അതിനെ ഉള്ളല്ലോ. ഷോപ്പിങ്ങോ ഒന്നും വാങ്ങണ്ട, ചുമ്മാ എന്താ അതിന് പറയുന്നത്, വിൻഡോ ഷോപ്പിംഗ്. ഒരു മുടക്കുമില്ല, നല്ല ചുരിദാർ. അത് നല്ലതാ. പ്രാർത്ഥനയ്ക്കോ? ഈ വിൻഡോ ഷോപ്പിംഗ് നടത്തി യാതൊരു പൈസ മുടക്കണ്ട. ഒത്താല് ആരുടെയും വണ്ടിയെ ചാടി കയറിയാൽ മതി, പെട്രോൾ മുടക്കുമില്ല. വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്ന് കോട്ടുവായും വിട്ട് ഇനിയും പ്രാർത്ഥിക്കാൻ വേണ്ടി. ആരോട്? ഇതിന് മാത്രം സമയമില്ല. മക്കളെ നോക്കാൻ സമയമുണ്ടോ?
ഉണ്ട്. കാരണം അവരെ കറക്റ്റ് സമയത്തിൽ വണ്ടി വന്നിച്ച് പോകും. കൊച്ചുമക്കളെയോ പിന്നെ എന്തിനു സമയമില്ല. മാറ്റി വെക്കാൻ ഒക്കുന്ന എന്താടി ലെഫലിനെ മാറ്റി നമുക്കൊന്ന് വെക്കാൻ ഒക്കുന്നേ? പ്രാർത്ഥനയേ ഉള്ളൂ. അവള് സത്യം പറഞ്ഞു. അവിടെ അമ്മയൊന്നും അത് പറയത്തില്ല, അവള് സത്യം പറഞ്ഞു. അതേ ഉള്ളു മോളെ. ഉപവാസം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ അതിന് പറയുന്ന ഒരു ആത്മീക ക്ലീശയുണ്ട്, ദൈവം അറിയുന്നല്ലോ. നമ്മൾ എത്ര ബിസിയാന്ന് ദൈവം തമ്പുരാൻ അറിയുന്നല്ലോ. ദൈവം തമ്പുരാൻ മനുഷ്യനായി ഇവിടെ വന്നപ്പോൾ he was not so busy that he couldn't get connected to his father. Praise the Lord. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. But Jesus reveals that the one who in real secret പ്രയറിലുള്ള ആളിന് ജീസസ് സീക്രട്ടിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ നമ്മൾ രഹസ്യത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് God sees it and he rewards us. 6-ാം വാക്യം മോൾ ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. പരസ്യ പ്രാർത്ഥന വേണ്ടെന്നേ അല്ല. വേണേ ഞാൻ കുറെ റെഫറൻസ് തരാം. അപ്പോസ്തലപ്രവൃത്തി 1:24, 3:1, 4:24 മുതൽ 30 വരെ. ഇവിടെ എല്ലാം പബ്ലിക് പ്രേയേഴ്സ് ആണ്. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ അറിയാമെന്നവരാണ്. ഓക്കെ, ഇനി 7-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 7-ാം വാക്യം മോളെ വായിക്കാം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ശിഷ്യന്മാരോടാ പറയുന്നത്. ആദ്യം പറഞ്ഞത് ഹിപ്പോക്രൈറ്റ്സിനെ പോലെ ആയിരുന്നു. ഹിപ്പോക്രൈറ്റ്സ് ആരാ? ഫരീസേനെ ശാസ്ത്രിയുമാ. അവൻ ആത്മീയ ഉണ്ടെന്ന് പുറത്ത് കാണിക്കുന്നവനോ പക്ഷെ അകത്തില്ല. ഇപ്പോൾ പറയാണ് ജാതികളെ പോലെ ആയിരുന്നു. They don't have a real God. ഫരീസേനെയും ശാസ്ത്രിയും യഹോവയോടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവന്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഉള്ളിൽ നിന്നല്ല, അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ്. ഇവിടെ പറയാണ് പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഇപ്പൊ ജൽപ്പനം എന്താ? ജൽപ്പനം ചെയ്യരുത്. അവിടെ തന്നെയുണ്ട് അതിഭാഷണത്താൽ. ജൽപ്പനം അതിഭാഷണമാണ് വാസ്തവത്തിൽ അതിന്റെ മെയിൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ജൽപ്പനം എന്ന വാക്കിന്റെ കൃത്യ അർത്ഥം പറയാം, മീനിങ്ലെസ് വെയിൻ റെപ്പറ്റീഷൻസ് ബ്ലാ 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 ബ്ലാ. എന്തുവാ ഇത് പ്രാർത്ഥിച്ചാൻ? ഐ ഡോണ്ട് നോ. അർത്ഥമറിയാത്ത അർത്ഥമില്ലാത്ത കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ക്ലീശകൾ പറയുക. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാം, ദൈവം നിങ്ങൾ പഠിക്കുന്നവരായുണ്ട്. 7-8 വാക്യം പറഞ്ഞ് 9 മുതലാണ് കർത്തൃപ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ആ പ്രാർത്ഥന ഇതുപോലെ വെയിൻ റെപ്പറ്റീഷൻ ആകരുത്. അപ്പൊ ഞാൻ വളരെ ബാലൻസ്ഡ് ആയിട്ട് പറയാം. അതിന്റെ അർത്ഥം അത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല, അത് മീനിങ് ഫുൾ ആകണം. പഠിച്ചു വെച്ച മതപരമായ ചടങ്ങായി അർത്ഥമറിയാതെയാണത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇറ്റ് മേക്സ് നോ സെൻസ്. ഇൻഫാക്ട് അത് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും യോഗ്യത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ രക്ഷിക്കപ്പെട്ട ദൈവ മക്കളാണെന്ന് വിളിക്കേണ്ടത്. പക്ഷെ അത് ജൽപ്പനം, നോട്ട് വെയിൻ റെപ്പറ്റീഷൻ. ചുമ്മാതെ. അതെന്താ? ആ ജാതികളുടെ അകത്തിരിക്കുന്ന ചിന്ത, ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ പറഞ്ഞാൽ, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, പറഞ്ഞാൽ ദൈവം കേൾക്കും. ഇതെങ്ങനെയാണ്? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏലിയാവിന്റെ കാലത്ത് ബാലിന്റെ പ്രവാചകന്മാർ എന്ന് പറയുന്നവർ വന്ന് രാവിലെ മുതൽ ഉച്ച വരെ അങ്ങ് തകർക്കുക, അവസാനം തന്നെത്താനൊക്കെ അങ്ങ് ഉപദ്രവിക്കുക. കേൾക്ക് ബാലെ എന്നും പറഞ്ഞു. അവിടെ ആരും വന്നില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ബാലെന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ദാറ്റ്സ് എ ഫാൾസ് ഗോഡ്.
സർവശക്തനായ ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീവനുള്ള ത്രിയേക ദൈവമല്ലാത്തത് മുഴുവനും ഫേക്കാണ്. ഏലിയാവ് ഇങ്ങോട്ട് വന്ന്, ദൈവമേ അവിടുന്നാണ് എന്നെ അയച്ചതെന്ന് ഇവരെ ഒന്ന് അറിയിക്കണം, തീ വീണെന്ന് പറയുന്നു. ആണോ? എന്താ അവരുടെ മൈൻഡ് ഇരിക്കുന്ന അറിയാമോ? ഈ പെയ്ഗൻ ഗോഡ്സ് ഇതിനെ ജാഗരിപ്പിക്കണം. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇളക്കണം അവരെ. അത് അവരുടെ ഭാഷണത്താലാണ് അവരത് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ ചിന്തയാണ് അവരിലുള്ളത്. ഇതുപോലെ നിങ്ങളിലാകരുത്. അപ്പൊ അതിന്റെ അർത്ഥം, പാസ്റ്ററെ ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അങ്ങനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോയി, തെറ്റിപ്പോയോ? പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, ഇല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗെത്സമന തോട്ടത്തിൽ 3 times he was praying the same thing. അതല്ല തെറ്റ്, ആ മനോഭാവമാ. ഞാൻ ഇങ്ങനെ കുറെ ഭാഷകൾ ഇങ്ങനെ ജൽപ്പനം ചെയ്താൽ അതുകൊണ്ട് ദൈവത്തെ എനിക്ക് ക്യാൻവാസ് ചെയ്യാം. നോ. മനസ്സിലാകുന്നോ? ചിലർ ഈ കാപട്യം കാണിച്ച് കരഞ്ഞൂടെ കാണിക്കും. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചുമ്മാതെ. എങ്ങനെ ഇങ്ങനെ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ നിൽക്കുന്ന നിപ്പിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകള്. അതെങ്ങനെയാ സൂത്രമാണെന്നറിയാമോ? നമ്മൾ എന്തായാലും ഇതിനിടയ്ക്കൊരു ഫോൺ കോൾ എന്തായാലും അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു. എടി ഞാൻ ഇന്നലെ വന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ ഇന്ന് നമുക്ക് ഷോപ്പിംഗ് തന്നെ ഇറങ്ങണം. അപ്പൊ കഴിഞ്ഞ പിന്നെയും തുടങ്ങി. ഇത്രയും നമ്പർ, ഇതാരുടെ സന്നിധിയിലാണ്? ആരോടാണിത്? ലോജിക്കില്ല, ഭയമില്ല. ഇതൊക്കെ വിടണം. ഇതൊക്കെ വിടണം. പണ്ട് ഇതൊക്കെ നടന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ദൈവരാജ്യത്തിൽ വന്നിരിക്കുക. 7-ാം വാക്യം മോളെ ഒന്ന് വായിക്കാമോ? പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. മീനിങ്ലെസ് ടോക്ക്, ഐഡിൽ ആയിട്ടുള്ള തോട്ട്ലെസ് ചാറ്റർ. എന്നിട്ട് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവർക്കതാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആകരുത്. ഇനി ഇത് തന്നെ പുതിയ നിയമത്തിൽ ഞാൻ ബേലിന്റെ ആളുകൾ പറയുന്നത് ഇതുപോലെയാണ്. അർത്തിമീസ് ദേവി എന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ഇങ്ങനെ കുറേ കടന്നാലയും വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ദീസ് ആർ ഓൾ ഫേക്ക് ഗോഡ്സ്. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ദൈവമക്കൾ മുട്ടുമടക്കുമ്പോൾ ഹെവൻ ഈസ് ഓപ്പൺ ഫോർ യു. Heaven is open for you. Praise the Lord. മോളെ അത് വായിച്ചു തീർത്താട്ടെ. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അത് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വെയിൻ റെപ്പറ്റീഷൻ, ഈ തോട്ട്ലെസ് ചാറ്റർ കൊണ്ടല്ല ദൈവത്തെ ക്യാൻവാസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുന്ന് വളരെ വ്യക്തമാണ്, പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പുതിയ ഇൻഫർമേഷൻ കൊടുക്കുന്നതല്ല. താവേ നിനക്കറിയത്തില്ലയോ 6 മാസം കൊണ്ട് എൻ്റെ വിസ തീരുവോ? നിനക്കറിയത്തില്ല. ഈ നീ എന്ന് വിളിക്കുന്നത് തന്നെ നിർത്ത്. ദൈവത്തിന് അറിയത്തില്ലേ വിസ തീരുന്നത്? ദൈവത്തിന് അറിയത്തില്ലേ? അത് പുതിയ ഇൻഫർമേഷൻ വല്ലതും ആണോ? അപ്പൊ ഉടനെ ചോദ്യം, എന്നാ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവിടാണ് കാര്യം ഇരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തിന് ഓൾറെഡി എൻ്റെ കാര്യം അറിയാം. അത് ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് അറിയത്തില്ലേ പൗലോസിന് ശൂലം ഉണ്ടെന്ന്, ശരീരത്തിൽ പ്രോബ്ലം ഉണ്ടെന്ന്? He knows. ഭൂമിയിൽ ഒരു കാര്യം ദൈവം ചെയ്യുന്നതിനോട് ഞാൻ പാർട്ട്ണർ ചെയ്യുക. പ്രയർ. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ ഈ ചർച്ചിനെ ദൈവത്തിന് ബ്ലസ് ചെയ്ത് ഉപയോഗിക്കണം. ഞാൻ ലോർഡ് ബ്ലസ് ദ ചർച്ച്, ഐ എം പാർട്ട്ണറിങ് വിത്ത് ഗോഡ്.
ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി? അപ്പൊ നമുക്കറിയത്തില്ല. നമ്മൾ മാറാൻ പ്രാർത്ഥന, ദൈവത്തെ മാറ്റാനല്ല. കർത്താവേ ഞാൻ ഉപവസിച്ചു കളയും കേട്ടോ. ഓ, ഹർത്താലല്ല ഉപവാസം. സ്റ്റാച്യു ജംഗ്ഷന് മുൻപിൽ ചെന്ന് ഞങ്ങളെല്ലാം കൂടെ ഭൂഹർത്താൽ, മന്ത്രിയെല്ലാം ഇത് ചെയ്തു തരണം, അതല്ല ഉപവാസവും പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് മാറേണ്ടത്. വി കം ബിഫോർ ഗോഡ്. ആ ഊഷ്മള ഫെലോഷിപ്പ് ദൈവം നമുക്ക് ആലോചന തരുന്നു. എങ്ങനെ ഈ ചർച്ച മുന്നോട്ട് പോകണം, നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം. സി, വി ചേഞ്ച് ഇൻ പ്രയർ, വി ഡോണ്ട് ചേഞ്ച് ഗോഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഞാൻ നിർത്താൻ പോകുന്നതിന് മുമ്പ് നല്ല രസകരം ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ മനസ്സിലതിരിപ്പുണ്ട്. ഇപ്പൊ എൻ്റെ നോട്ട്സിലില്ല, എൻ്റെ മനസ്സിലതിരിപ്പുണ്ട്. പ്രയർ എന്ന് പറയുന്നത് വീക്ക്നെസ് ലീനിങ് ഓൺ ഓംനിപൊട്ടൻസ്. അയ്യോ, പ്രാർത്ഥിക്കാത്തവൻ ചിന്തിക്കുന്നത് ഐ ക്യാൻ ഡു ഇറ്റ്. പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് ഞാൻ നിസ്സഹായനാ. യു ആർ കേപ്പബിൾ ഓഫ് എവറിത്തിങ്, ഡു ഇറ്റ് ലോർഡ്. ഈവൻ ജീസസ് ഗെത്സമനെ പറഞ്ഞതെന്നറിയോ? ഫാദർ യു ക്യാൻ ഡു എവറിത്തിങ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടം നടക്കരുത്, അവിടുത്തെ ഇഷ്ടം നടക്കണം. ദാറ്റ്സ് പ്രയർ. യു ക്യാൻ ഡു എവറിത്തിങ്, ബട്ട് യോർ വിൽ ബി ഡൺ. നമ്മൾ വീക്കാണ്. എൻ്റെ കുടുംബജീവിതം, ശുശ്രൂഷ, ഓരോ കാര്യം ഐ ആം വീക്ക്, എന്നെ കൊണ്ട് ഒക്കത്തില്ലെങ്കിൽ ലീനിങ് ഓൺ ദി ഓൾ പവർഫുൾ ഗോഡ്, omnipotent God, സർവശക്തന്റെ മേൽ ഞാൻ ലീൻ ചെയ്യുക. അതാണ് പ്രയർ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വി ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഭൂമിയിലുള്ള എല്ലാവരും അതാത് സമയത്ത് നിങ്ങളെ ഓരോ സമയങ്ങളിൽ കൈവിട്ടു എന്ന് വരാം. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കാപഠ്യമില്ലാതെയും അമിത ഭാഷണത്താൽ ജൽപ്പനത്താൽ ദൈവത്തെ കാൻവാസ് ചെയ്യാമെന്ന് എന്നൊക്കെയുള്ള പരിപാടികളെ മാറ്റിവെച്ച് അബ്ബ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കാര്യവും എപ്പോഴും കിട്ടുമെന്നല്ല കേട്ടോ. ചിലപ്പോൾ ദൈവം പറയും നോ, ഞാനത് തരത്തില്ല നിനക്ക്. അന്നേരം പറയണം സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ചിലപ്പോൾ ദൈവം തരും, അതിന് സ്തോത്രം ചെയ്യണം. ചിലപ്പോൾ ദൈവം പറയും വെയിറ്റ്, സ്തോത്രം ചെയ്യണം. ഓ, അപ്പൊ തക്ക സമയമുണ്ട്, സ്തോത്രം. വേറെ ഒരു കാര്യം കൂടെ ദൈവം ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. അതെന്താണെന്നറിയോ? സൈലൻസ്. ഒന്നും പറയത്തില്ല. അന്നേരവും എൻ്റെ പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ചിലർ അങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. പാസ്റ്റർ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒന്നും എന്നോട് കർത്താവ് ഇടപെടുന്നില്ല. ദൈവം അന്നേരവും ഉണ്ട്, പക്ഷെ ഹി ചൂസസ് ടു ബി സൈലന്റ്. തക്ക സമയത്ത് അതിന് മറുപടി കിട്ടും. We have a Father in heaven.